യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഗൈസ് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മാരേജ് ആട്ടോ. ഓൾറെഡി ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണിക്കുന്നൊരു കല്യാണ വ്ളോഗ് എടുക്കാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഗൈസ്, കുറേ നാൾ കൂടിയാണ് എല്ലാവരും കാണുന്നത്. നമ്മളെല്ലാവരോടും ഒരുമിച്ചാട്ടോ പോകുന്നത്. അവരൊരു 10-15 ആകുമ്പോഴത്തേന് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ബാക്കി നമുക്ക് അവർ വന്നിട്ട് എടുക്കാം കേട്ടോ. ഹലോ ഗൈസ്, സമയം ഇപ്പം 10:45 10:15 എത്തുമെന്ന് പറഞ്ഞ ടീംസ് ഇതേവരെ എത്തിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഇത് എത്തിയിട്ടുണ്ട് എല്ലാവരും. സോ ഇവരാണ് ഗൈസ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് നന്ദന ആൻഡ് കിസിയ. കണ്ടോ ഗൈസ്, കണ്ടോ നാണം കണ്ടോ? ഈ രണ്ടുപേരും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ മൂന്നും ഒരുമിച്ച് MBA ചെയ്താട്ടോ. സോറി 3 അല്ല 4. ഡാനിയും അവളുടെ ചേച്ചിയുടെ മാരേജിനാണ് നമ്മളിത് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ ഞാനും ഡാനിയും ഒരുമിച്ചായിരുന്നു കേട്ടോ വർക്കും ചെയ്തിരുന്നത്. യെസ് ഗൈസ്, ഞങ്ങളുടെ ഫസ്റ്റ് ജോബ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കുറേ നാൾ കൂടി കേട്ടോ നമ്മൾ 4 മീറ്റ് ചെയ്യുന്നത്. കേസ് ഡൽഹിയിലാണ്. സോ അവൾ നാട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ 4 പേരോടെ ഒരുമിച്ച് കാണാറുള്ളത്. എനിക്ക് തോന്നുന്നു 4 to 5 months ബാക്ക് ആയിരിക്കും നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1.5 hours ട്രാവൽ ഉണ്ടായിരുന്നേ ചർച്ചിലേക്ക്. നമ്മളൊരു 11:50 സംതിങ് ഒക്കെ ആയപ്പോൾ എത്തി. അങ്ങനെ ഇതാ കെട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് പോവാണ്, ഫുഡിൻ്റെ ഏരിയ. നല്ല വിശപ്പുണ്ട് ഗൈസ് എല്ലാവർക്കും. ഇവർ എൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സ് ആട്ടോ, ആതിര, കജു, ഭവ. ക്യാമറ ഓണാക്കി അപ്പം തുടങ്ങും ഗൈസ് ഭവയുടെ ആക്ടിങ്. എൻ്റെ ഓഫീസ് വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവരെ 3 പരിചയം ഉണ്ടായിരിക്കും. അതത്രേ ഉള്ളു ഗൈസ്, നമുക്ക് ഫുഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ത് ഫുഡാണ് മെയിൻ. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. നമ്മളെ കാണാത്തപ്പോഴേ ഡാനി അവിടെ പറയും ഫുഡിൻ്റെ ഏരിയയിൽ കാണും എന്നവിടെ പറയുന്നത്. ഇങ്ങനെ സ്വയം ട്രോളിക്കൊണ്ട് വരുമായിരുന്നു. ചെറുക്കനും പെണ്ണും വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. ഇവരാണെങ്കിൽ വെളുപ്പിനെ അവിടെ നിന്ന് വന്നതല്ല, ഇവർക്കിനി ചെന്നിട്ട് ഷിഫ്റ്റിന് കയറണം ഗൈസ്. സോ സാഡല്ലേ. ദേ നമ്മുടെ മെയിൻ വരുന്നുണ്ട് ഗൈസ്. ഇവളാണ് ഡാനിയ. എൻ്റെ ഓഫീസ് വീഡിയോസിൽ ഡാനിയെ കണ്ട് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവളുടെ ഓവറോൾ ഔട്ട്ഫിറ്റ് ആൻഡ് ലുക്ക്. നമ്മൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു.
പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഗൈസ്. ഫുഡ് കണ്ടപ്പോൾ നമ്മളെല്ലാം മറന്ന് അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് സൈഡിൽ അവിടെ ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സ്റ്റേജിൽ. ആതിരയും ഭാവയും കജുവും ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസ് എടുത്തിട്ട് അവരും വേഗം ഇറങ്ങിയായിരുന്നേ. കാരണം അവർക്ക് ചെന്നിട്ട് എറണാകുളം വരെ ചെല്ലുകയും വേണം. പിന്നെ അവർക്ക് വൈകിട്ട് ഷിഫ്റ്റിനും കയറണമായിരുന്നു. സോ അവർ വേഗം പോയായിരുന്നു. അവർ ഇറങ്ങിക്കഴിഞ്ഞൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളും ഇറങ്ങിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസ് എടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് എല്ലാവരോടും ബൈയും പറഞ്ഞ് നമ്മളിത് തിരിച്ചു പോവാട്ടോ. മാരേജിന് നമ്മൾ ഇത്രയും ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ ഈവനിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു. റിസപ്ഷന് വേറെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. റിസപ്ഷൻ്റെ വീഡിയോ എനിക്ക് അധികം അങ്ങനെ എടുക്കാൻ പറ്റില്ല. എടുത്തിട്ടുണ്ടായിരുന്ന 2 ക്ലിപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരോടും ഒരുമിച്ച് എൻജോയ് ചെയ്ത ഒരു കല്യാണം വരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡ്രോപ്പ് യുവർ സജഷൻസ് ഇൻ ദി കമൻറ്റ്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.